പ്രൈസ് ലോർഡ്. സങ്കീർത്തനക്കാരൻ ആയ ദാവീദ് പറയുന്നു, 25 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യത്തിൽ പറയുന്നു, ദൈവമേ, ഏകാകിയും അരിഷ്ടനുമാകുന്നു, എന്നോട് ദയ തോന്നുമാറാകണമേ, എന്നോട് കരുണ തോന്നുമാറാകണമേ. ആ പദം ഏകാകി എന്നത് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഏകാന്തത എന്ന് പറയുന്നത് ഒരു വേദനാജനകമായ കാര്യമാണ്. പെയിൻഫുള്ളാണ് ഏകാന്തത. പല നിലകളിൽ ഏകാന്തത ഉണ്ടാകാം. നാം പരാജയപ്പെട്ടതുകൊണ്ട്, നമ്മളെ വായിൽ വന്നു പോയ ചില വാക്കുകളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട്, ഒക്കെ മറ്റുള്ള നമ്മൾ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഒക്കെ ഏകാന്തത ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒത്തിരി പേര് ചുറ്റും കാണും, എങ്കിലും വി ഫീൽ ദാറ്റ് വി ആർ അലോൺ, നമുക്കാരുമില്ല എന്ന് നമുക്കുണ്ടാവും. ഓക്കെ, വലിയൊരു എംറ്റിനെസ്, ഒരു ഒന്നുമില്ലായ്മ നമ്മളുണ്ടാക്കുകയും അത് പിന്നെ ഡിപ്രഷനിലേക്കും ഉത്കണ്ഠയിലേക്കുമൊക്കെ പോകാൻ അത് കാരണമായി തീരും. അനിമിത്തം ആത്മീയമായിട്ടും നാം ക്ഷീണിക്കുവാനിടയായി തീരും. എന്നാൽ നമ്മുടെ ഏകാന്തത ബൈബിൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പല ഭക്തന്മാരും ഇവിടെ ദാവീദ്, ഏലിയാവ്, പൗലോസ്, ഇന്ന് നമ്മുടെ കർത്താവ് പോലും പലപ്പോഴും ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്. ആരുമില്ല, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പൗലോസ് പറയുന്നു, എല്ലാം എന്നെ വിട്ടുപോയി. ഏലിയാവ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏകാന്തത. എന്നാൽ വേദവസനം വായിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും. നാം ഒറ്റയ്ക്കല്ല, ശക്തിപ്പെടുത്തുന്ന ഒരാൾ, എവർ പ്രസൻറ്റ് ഹെൽപ്പ് നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, ആകയാൽ ഏകാന്തത വരുമ്പോൾ ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. ആയിക്കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ അനുഭവത്തിനകത്തുകൂടെ, ഫെലോഷിപ്പിൽ കൂടി, പ്രാർത്ഥനയിൽ കൂടി, ഓക്കെ, ദൈവത്തിൻ്റെ വചനം തരുന്ന ഉറപ്പിൽ കൂടി നമ്മുടെ ഏകാന്തതയ്ക്ക് പരിഹാരമുണ്ടാകുവാനൊക്കെ വേണം സാധിക്കും. ഞാൻ ചില ടിപ്സ് പറയാം. ഒന്ന്, ഏകാന്തതയാണ്, അതല്ല എന്ന് പറയരുത്. ഏകാന്തത തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ദൈവം നമ്മുടെ ഇമോഷനുകൾ അറിയാവുന്ന ദൈവമാണ്, നമ്മുടെ വേദനകൾ കാണുന്ന ദൈവമാണ്. എബ്രാലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പം നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ ബലഹീനതയും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഒറ്റക്കാരിയേ ഉള്ളൂ, ദൈവത്തെ നിലവിളിക്കണം. ഞാൻ ഒറ്റയ്ക്കാകുന്നു എന്ന് തോന്നുമ്പോൾ ദൈവത്തോട് നിലവിളിക്കണം. ക്രൈ ഔട്ട് ടു ഗോഡ്. പ്രാർത്ഥനയെ ഒറ്റയ്ക്ക് നിന്ന് കരയണം. ഓക്കെ, പുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോൾ ചിന്താകുലങ്ങൾ വരുമ്പോൾ മനുഷ്യരുടെ മുൻപിൽ പോയി മുഖം കറപ്പിക്കാതെ ദൈവത്തോട് അത് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുമാറാകണം. ഓക്കെ, ഒരിക്കലും സപ്രസ് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും അത് അവഗണിക്കരുത്. സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിപ്രഷനിലേക്ക് പോകും. സോ സപ്രഷൻ ഈസ് നോട്ട് എ സൊല്യൂഷൻ. അത് തുറന്ന് പറയണം, ദൈവത്തിൽ ആശ്രയിക്കണം. പുസ്തകം ഗ്യാരണ്ടി തരുന്നുണ്ട്. സംഗീതകാരൻ പറയുന്നത്, ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. എല്ലാ കാലത്തും. സങ്കീർത്തനം 62:8. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കണം. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദാറ്റ് മീൻസ് അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയാം. നാം ആളുകൾ പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. എന്തിനാ മനുഷ്യരോട് പറയുന്നേ? ദൈവത്തോട് പറ. കേൾക്കാൻ മനസ്സുള്ളവനാ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തോട് നമ്മുടെ സങ്കടം പകരണം.
ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ഉറപ്പുള്ള പാറ ദൈവമാണ്. അതുകൊണ്ട് ഏകാന്തത വരുമ്പോൾ, ഒറ്റയ്ക്കാകുമെന്ന് തോന്നുന്ന വരുമ്പോൾ നാം എന്ത് വേണം? ദൈവസന്നിധിയിൽ പോയിരിക്കണം. ഓക്കെ, അതാ ചെയ്യേണ്ടത്. മനുഷ്യ മുമ്പാകെ ഒരിക്കലും പോകരുത്, ഇരുന്ന് കരയരുത്. ദൈവം മനുഷ്യ മുമ്പാകെ ഇരുന്ന് കരയരുത്, മനുഷ്യരെ കാണുകയും കരയരുത്. ഇതിന് വാട്ട് ഷുഡ് ഡു? ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണം. ആരാധന ഒരു നല്ല സൊല്യൂഷനാണ്. പൗലോസും ശീലാസും ഫിലിപ്പിയും കാരാഗൃഹത്തിൽ ചെയ്തത് അവ ദൈവത്തെ പാടി സ്തുതിച്ചെന്നാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങിയെന്നാണ്. ദൈവമക്കളെ, ദാവീദ് വലിയ മനുഷ്യനായിരുന്നു, ഉന്നതനായിരുന്നു. പക്ഷെ പലപ്പോഴും എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. ആ നിമിഷങ്ങളിൽ താൻ ദൈവത്തെ പറഞ്ഞത്, ദൈവമേ എന്നെ കൈവിടല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നേകാകിയും അരിഷ്ടനും ആകുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാം, അവൻ കൈവിടത്തില്ല. എല്ലാം നമ്മുടെ കാര്യങ്ങളും ദൈവത്തോട് തുറന്നു പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അവൻ്റെ മുമ്പ് ഹൃദയം പകരുവാൻ തക്കവണ്ണം നമുക്കിടയാകുമാറാകട്ടെ. 142 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ എന്നൊക്കെ പറഞ്ഞുള്ള ആ നിലവിളിക്ക് ശേഷം താൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുകയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്ന് കൂടും. മക്കളെ, ഇന്ന് കരയുന്ന നിനക്ക് നിശ്ചയമായിട്ടും ഉപകാരം ദൈവത്തിൽ നിന്ന് വരും. അന്ന് നമ്മൾ അവഗണിച്ചവർ നമ്മളെ തേടി വരും. ഓക്കെ, ദൈവമായ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.